ഹലോ ഫ്രണ്ട്സ്, UK-ലെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണ്ടുപിടിക്കാനുള്ള ശക്തമായ നടപടികളുമായിട്ടാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന യുവറ്റ് കൂപ്പറും പുതിയ നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്തു വന്ന ചെറിയ ബോട്ട് അപകടത്തിൽപ്പെട്ട് ഗർഭിണിയും കുട്ടികളും സ്ത്രീകളും അടക്കം 12 പേരോളമാണ് അപകടത്തിൽ മരണമടഞ്ഞത്. ഇതുപോലെ തന്നെ ചെറിയ ബോട്ടുകൾ UK-ലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ദിവസവും 600-700 ആൾക്കാരാണ് ഇതേപോലെ തന്നെ ഈ ഒരു ഇംഗ്ലീഷ് ചാനൽ കടന്ന് UK-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. UK-ലെ വിവിധ സ്ഥലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ റെസ്റ്റോറൻറ്റുകൾ, നെയിൽ ബാറുകൾ, ബ്യൂട്ടി പാർലർ, ഹെയർ ഡ്രസ്സേഴ്സ്, കാർ വാഷുകൾ, ഇതേപോലെയുള്ള കെയർ ഹോമുകളിൽ എല്ലാം തന്നെ ശക്തമായിട്ടുള്ള ഇമിഗ്രേഷൻ റെയ്ഡുകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നെല്ലാം ആൾക്കാരെ വലിയ രീതിയിൽ ഇപ്പോഴും ഇല്ലീഗലായിട്ടുള്ള സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് സ്റ്റഡി വിസ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, മറ്റ് വിവിധ വിസകളിൽ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം വിസ നഷ്ടപ്പെട്ട് ഇതേപോലെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻ്റായിട്ട് തുടർന്നു കൊണ്ടുപോകുന്ന ധാരാളം ആൾക്കാരെയാണ് ഇപ്പോഴും ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ച് അവരുടെ നാടുകളിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുന്നത്. ഗവൺമെൻറ് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ധാരാളം വിമാനങ്ങളാണ് ഇതിനുവേണ്ടി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ഒരു സ്മോൾ ബോട്ടുകൾ ക്രോസ് ചെയ്ത് UK-ലേക്ക് വരുന്ന ആൾക്കാരെ, അതേപോലെ തന്നെ UK-യിൽ ഇതേപോലെയുള്ള വിസകളിൽ വന്നിട്ട് ഇപ്പോഴും ഇല്ലീഗലായിട്ട് വിസ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കണ്ടുപിടിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് ഡിപ്പോർട്ട് ചെയ്യാനായിട്ട് പുതിയ പദ്ധതി ഇപ്പോഴും ആവിഷ്കരിച്ചു. UK-ലെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ ഒരു പ്രതിഷേധമാണ് ഇപ്പോഴും രൂപപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഒരു കലാപം വന്നതിന് ശേഷം UK-ലേക്ക് ഇതേപോലൊക്കെ ഇല്ലീഗലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ ഒരു ഫ്രാൻസിൻ്റെ ആ ഒരു ബോർഡറിൽ നിന്ന് UK-ലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വന്ന് ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കലാപകാരികളായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ പ്രതിഷേധം ശക്തി ആർജിച്ചു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിന് ഇനിയിപ്പോഴും പദ്ധതികൾ തയ്യാറാക്കാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് എപ്പോഴും അറിയാം, ഇതേപോലെയുള്ള ഇമിഗ്രൻസിനെ വെൽക്കം ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ് ലേബർ ഗവൺമെൻറ്. മാത്രമല്ല, റീഫോം UK മറ്റൊരു എൻഡിൽ അവർ ശക്തി ആർജിച്ചു വരുന്ന ഒരു കാര്യം കൂടി ഇപ്പോഴുണ്ട്. ഇങ്ങനെ ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റീഫോം UK അവർ ഗവൺമെൻറ് ഫോം ചെയ്ത് അടുത്ത ഇലക്ഷനിൽ വിൻ ചെയ്ത് വരാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലണ്ടനിൽ, ഡെവനിൽ, കെൻറ്റിൽ ഇതേപോലെയുള്ള വിവിധ റെസ്റ്റോറൻറ്റുകളിൽ ധാരാളം റെയ്ഡുകൾ നടന്നിരുന്നു. ഇവിടുന്ന് ഇല്ലീഗലായിട്ടുള്ള ധാരാളം ആൾക്കാരെ ഇവർ പിടിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു റെയ്ഡിൽ ഏകദേശം ഒരു 225 സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ ഏകദേശം 75ഓളം ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെയാണ് അവർ പിടിച്ചത്. അങ്ങനെ പിടിക്കപ്പെട്ട ഓരോരുത്തർക്കും ഏകദേശം ഒരു 45,000 പൗണ്ടോളമാണ് അവർ പെനാൽറ്റി ഇപ്പോഴും വിധിച്ചിരിക്കുന്നത്. ഇതേ സ്ഥാപനങ്ങളിൽ നിന്ന് വേറൊരാളിനെ കൂടെ അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് 60,000 പൗണ്ടായിരിക്കും പിഴ ചുമത്തുക. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴൊരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു നെയിൽ ബാറോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാർ വാഷുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. സ്ക്രാപ്പേജ് ഏരിയയിൽ പോയിട്ട് 2.5 പൗണ്ടിനാണ് അവിടെ ആൾക്കാർ മണിക്കൂറിന് ജോലി ചെയ്തുകൊണ്ട് അവിടുത്തെ ചെറിയ ഹട്ടുകളിൽ ജീവിച്ചുകൊണ്ട് അവിടെ തുടർന്ന് പോയത്. അവിടെയും ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് പോയി അവരെ അവിടുന്ന് പിടിച്ചുകൊണ്ട് അവരുടെ നാടുകളിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇന്ത്യക്കാരുൾപ്പെടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇത് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാകാനായിട്ട് പോകുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, UK-യിലേക്ക് എത്തിയിട്ടുള്ള സ്റ്റുഡൻറ്റ് അവരുടെ സ്റ്റഡി വിസ, അതുപോലെ തന്നെ പോസ്റ്റ് സ്റ്റഡി വിസ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അവർക്ക് ഒരു വിസ ലഭിക്കുക നമ്മുടെ മലയാളികളെന്ന് പറഞ്ഞാൽ വളരെയധികം കുറവായിരിക്കും. പക്ഷേ ഇന്ത്യക്കാരായിട്ടുള്ള ധാരാളം ആൾക്കാർ ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളിലും നഴ്സിംഗ് ഹോമുകളിലും അതുപോലെ തന്നെ ഈ ഒരു നെയിൽ ബാറുകളിലും ഒക്കെ ജോലി ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചുകൂടെ കെയർഫുൾ ആകണം. കാരണം നിങ്ങൾ പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു പുതിയൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 പൗണ്ട് മുടക്കി UK-യിലെത്തിയ ഒരു സ്റ്റുഡൻറ്റ് ഒരു 30 പൗണ്ട് ആഴ്ചയിൽ അവർക്ക് ഗ്രോസറി വാങ്ങാനായിട്ട് അവർക്ക് തികയുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ നമ്മൾ UK-യിലേക്ക് വന്നിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഇലക്ഷന് ശേഷം ഏകദേശം ഒരു 8,754 ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്തുകൊണ്ട് UK-യിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 20,328 ഇതേപോലെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ഈ ഒരു ചെറു ബോട്ടുകളിലായിട്ട് UK-യിൽ ഇതുവരെ ഈ വർഷം എത്തിച്ചേർന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 638 ആൾക്കാർ കൂടുതലായിട്ടാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഇപ്പോൾ UK മാത്രമല്ല, നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജർമ്മനിയിലെ ശക്തമായ ഡിപ്പോർട്ടേഷനാണ് ഇപ്പോഴും നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്യാങ് റേപ്പുകളും അതേപോലെ തന്നെ കത്തിക്കുത്തുകളുമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പടിഞ്ഞാറ് നഗരമായ സോളങ്കിയിൽ നടന്ന
നടന്ന മാരകമായ ഒരു കത്തിക്കുത്തിൽ 2 ആഴ്ചയ്ക്ക് ശേഷം രാജ്യത്തിൻ്റെ കുടിയേറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഡിപ്പോർട്ടേഷൻ വേഗത്തിലാക്കാനും ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനുമുള്ള നടപടികൾ അതിനു വേണ്ടിയിട്ടൊരു പാക്കേജ് ഇപ്പോൾ ജർമ്മനിയിലെ സഖ്യകക്ഷികൾ കഴിഞ്ഞ ശനിയാഴ്ച പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിലെ അവരുടെ ഏറ്റവും ശക്തനായ ഒരു ലീഡറും ഇതേപോലെയുള്ള ഡിപ്പോർട്ടേഷനെ അദ്ദേഹം വളരെയധികം എൻകറേജ് ചെയ്യുകയാണ്. ഇതേപോലെയുള്ള ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ ജർമ്മനിയും ഇപ്പോൾ ശക്തമായിട്ട് നാട് കടത്താനായിട്ട് വന്നു. ഫ്രാൻസിലും ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള വിവിധ പദ്ധതികൾക്കാണ് പുതിയതായിട്ട് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ധാരാളം ഇന്ത്യക്കാരാണ് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ കുടിയേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതേപോലെയുള്ള ഇല്ലീഗൽ ആൾക്കാർ കാണിക്കുന്ന ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ലീഗലായിട്ട് അവിടെ താമസിക്കാൻ ചെല്ലുന്ന ആൾക്കാരെയും അത് ബാധിക്കാറുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞപ്പോൾ UK ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പോലും അത് കുറച്ച് ബാധിക്കുകയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ സർക്കാരുകൾ ഇപ്പോൾ ഇതേപോലെയുള്ള ഇല്ലീഗൽ ആൾക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് ഡിപ്പോർട്ട് ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണോ ഈ കലാപകാരികളെ അദ്ദേഹം അടിച്ചമർത്തിയത് അതേ രീതിയിൽ തന്നെ ചെറുബോട്ടുകൾ UK വരുന്ന ഇല്ലീഗലായിട്ടുള്ള എമിഗ്രൻസിനെ അദ്ദേഹം തടയുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെപ്പോലുള്ള മലയാളികളല്ല, ഇന്ത്യക്കാരെ പോലുള്ള ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ മറ്റ് വിസകളിൽ ഒക്കെ നമുക്കറിയാം സീസണൽ വിസയിലൊക്കെ ധാരാളം ആൾക്കാർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു 6 മാസത്തേക്ക് വിസയായിരിക്കും കിട്ടുന്നത്. പക്ഷേങ്കിൽ അവർ വന്നതിന് ശേഷം അവർ രാജ്യം വിടാനായിട്ട് അവർ തയ്യാറാകത്തില്ല. കാരണം ഇതേപോലെയുള്ള ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പോലും വിസ ഇല്ലാതെ ഇവിടെ ഇല്ലീഗലായിട്ട് ഇതേപോലെയുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ റെയ്ഡുകൾ നടത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാണെന്നുണ്ടെങ്കിലും ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു സെയിം നിയമങ്ങളാണ് അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ വന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവരെയൊക്കെ ഈ നാട്ടിൽ നിന്ന് കടത്തിടുന്ന ആവശ്യകത വളരെയധികം കൂടുതലാണ്. നമ്മളെപ്പോലുള്ള മലയാളികളല്ല, ഇന്ത്യക്കാരന് ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇതേപോലെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതിയെയും ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ഈ രാജ്യങ്ങളിലൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമുക്കറിയാം UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ, കാനഡയിലൊക്കെ ഇപ്പോൾ നമുക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈവൻ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ മെഡിക്കൽ ഇതേപോലെയുള്ള വിസകളൊക്കെ കിട്ടിപ്പോയിക്കൊണ്ടിരുന്ന ആൾക്കാർക്കൊന്നും ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴും വന്ന് എത്തിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ മറ്റൊരു കാണുന്നത്. എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.